ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസ് ഷോൾഡറിൽ നിൽക്കാതെ ഷോൾഡർ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന കംപ്ലൈൻറ്റ് വരാറുണ്ട് അല്ലേ. അപ്പോൾ അത് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്, അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ ഇറങ്ങിപ്പോകാൻ കാരണം ചോദിച്ചാൽ എല്ലാവരും പറയുന്നതാണ് നെക്കിൻ്റെ വൈഡ് കൂടിയതുകൊണ്ടാണ് എന്ന്. അപ്പോൾ ഒരിക്കലും നെക്കിൻ്റെ വൈഡ് കൂടിയതുകൊണ്ടല്ല ഷോൾഡർ ഇറങ്ങിപ്പോകുന്നത്. ബിഗിനേഴ്സിന് മാത്രമല്ല, ബ്ലൗസ് നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഈ പ്രോബ്ലം വരാറുണ്ട് അല്ലേ. അപ്പോൾ ഈ നെക്ക് വൈഡ് കൂടിയതുകൊണ്ടല്ല നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്നത്. നിങ്ങൾ ചിലവിടെ കണ്ടിട്ടുണ്ടാവാം 1 ഇഞ്ച് ഷോൾഡറൊക്കെ വെച്ചിട്ട് ബ്ലൗസ് ഇടുന്നവരുണ്ട്. അപ്പം അങ്ങനെ 1 ഇഞ്ച് ഷോൾഡർ വെച്ചിട്ടിട്ടും അവർക്ക് ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്താണ്, നമ്മുടെ നെക്ക് വൈഡ് കൂടുന്നത് ഒരിക്കലും ഷോൾഡർ ഇറങ്ങിപ്പോവാൻ കാരണമാകില്ല. പിന്നെ എന്താണ് കാരണം നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോവാൻ എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡർ ഇറങ്ങിപ്പോവാൻ ആദ്യത്തെ കാരണം, നമ്മൾ ബ്ലൗസ് മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ അളവ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരുന്നത്. അല്ലാതെ നെക്ക് വൈഡായത് കൊണ്ടല്ല. ഷോൾഡർ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂടിയാലും കറക്റ്റ് ആ ഷോൾഡർ ഇരിക്കുന്ന ഭാഗത്ത് ഇരിക്കാതെ നമ്മുടെ കൈയിൻ്റെ അവിടേക്ക് നിൽക്കും നമ്മുടെ ഷോൾഡർ. അതായത് ഈ റെഡിമെയ്ഡ് ടോപ്പുകളിലൊക്കെ ഉള്ള പോലെ ഒരുപാട് ഷോൾഡർ ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതാണ് ആദ്യത്തെ കാരണം ഈ ഷോൾഡർ ഇറങ്ങിപ്പോവാൻ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് നമ്മുടെ അണ്ടർ ബ്രസ്റ്റ് ഏരിയ, ഈ ഏരിയയുടെ ഇറക്കം കൂടിയാലും ഇറക്കം കുറഞ്ഞാലും ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ലെങ്ത്തിൽ തന്നെ ഈ മാർക്ക് ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ ഇറങ്ങിപ്പോകാൻ ഒരു കാരണമാവും കേട്ടോ. നമ്മുടെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്ത് ഇത് കറക്റ്റായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കപ്പിൻ്റെ അവിടുത്തെ ലൂസ്, അതേപോലെ കൈക്കുഴിയുടെ ഭാഗത്തെ ലൂസ്, ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അതിൽ കൂടെ പുറത്തേക്ക്, അതായത് ആ ലൂസ് ഇവിടെ നമുക്ക് ഫിറ്റായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും. ഇവിടെ ലൂസ് ആവുമ്പോഴാണ് ആ ലൂസ് നമ്മുടെ കഴുത്തിൻ്റെ അതിൽ കൂടെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നമായിട്ട് വരുന്നത്. ഇവിടെ കറക്റ്റ് ഫിറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരില്ല. ഒന്നില്ലെങ്കിൽ ലൂസ്, അതല്ലെങ്കിൽ കപ്പ് അണ്ടർ ബ്രസ്റ്റിൽ നിൽക്കാതെ മുകളിലേക്ക് വരുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാവാം. അതേപോലെ നമ്മുടെ ഈ അണ്ടർ ബ്രസ്റ്റിൻ്റെ ആ വളവുണ്ടല്ലോ, ഈ ഷേപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഇങ്ങനെ നല്ല ഷേപ്പിൽ കപ്പ് കിട്ടിയാലേ നമ്മൾ ബോഡിയിലിടുമ്പോൾ ആ കപ്പിൽ കവറായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ കപ്പിൽ കവറായിട്ട് നിൽക്കുമ്പോൾ ഈ ഷോൾഡർ ഇറങ്ങിപ്പോവില്ല. അത് അതേപോലെ ആ സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് നിൽക്കും. ചിലത് അലോ ബ്ലൗസ് കിട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് തന്നെ അങ്ങനത്തെ അലോ ബ്ലൗസ് കിട്ടിയിട്ടുണ്ടാവാം. കറക്റ്റ് ആ കൊക്കിയുടെ അവിടെ നിന്ന് ഷേപ്പ് കിട്ടാതെ ചെരിഞ്ഞിട്ട് ഈ ഹിപ്പിൻ്റെ അവിടെ അതായത് വേസ്റ്റിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഒരു 2 ഇഞ്ചൊക്കെ ആയിരിക്കും ചെരിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ കപ്പ് ഷേപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ബ്രൈസർ കട്ടിങ്ങിലൊക്കെ, നമ്മൾ കട്ടോരി കട്ടിങ്ങിലൊക്കെ വരുന്ന പോലെ നല്ല ഷേപ്പിൽ തന്നെ ആ ഭാഗം കിട്ടണം. ആ അടിഭാഗം കിട്ടിയാലേ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ അടുത്തതായിട്ട് ഈ കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക് പിടിക്കുമ്പോൾ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുമല്ലോ. അപ്പം നമ്മൾ കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് വലിഞ്ഞിട്ടും നമുക്ക് ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ അതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കൈക്കുഴിയുടെ ആ ഭാഗത്ത് ടക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു ചെറുതായിട്ട് കോൺ ഷേപ്പിൽ നമ്മൾ വെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആ റൗണ്ട് കൈക്കുഴിയുടെ ഷേപ്പും കിട്ടും, ഷോൾഡർ ആ വലിച്ച് പിടിക്കാതെ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതേപോലെ ഈ ടക്കിൻ്റെ അവിടെയും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് നോക്കേണ്ടത്, നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം കൂടിയാലും ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരാം. അപ്പോൾ ഇതൊക്കെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇറങ്ങിപ്പോവാതെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലൗസ് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ബിഗിനേഴ്സ് ആയാലും നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം വരുന്നവരായാലും ഒരിക്കൽ നമ്മുടെ ബ്ലൗസ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിറ്റിംഗ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് അതേപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ്. അല്ലാതെ ഒരിക്കലും ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു ട്രിക്ക് പഠിച്ചാൽ അത് കസ്റ്റമറിൻ്റെ ബ്ലൗസിൽ ചെയ്ത് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി അടുത്തത്, നമ്മൾ ഇത്രയും നേരം ഫ്രണ്ട് പോർഷനിൽ എന്തൊക്കെ തെറ്റാണ്, അത് നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ തെറ്റാണ് ഷോൾഡർ ഇറങ്ങിപ്പോവാനുള്ള കാരണമായിട്ട് വരുന്നത് എന്നുള്ളതാണ് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബാക്ക് സൈഡാണ് നോക്കുന്നത്.
ബാക്ക് സൈഡിൽ ഈ ടക്ക് കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിലും ഷോൾഡർ ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാക്ക് ടക്ക് പിടിക്കുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കലൊന്നുമില്ല. കറക്റ്റ് ആ ബോഡിയുടെ പകുതി ഭാഗം എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ടക്ക് പിടിക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ബാക്ക് സൈഡ് ടക്ക് പിടിക്കാനും അളവുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വേണം ആ ടക്ക് വരാൻ. അതല്ലാതെ നീങ്ങിയിട്ടാണ് നമ്മൾ ടക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ ഇറങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാരണങ്ങളുണ്ട് നമുക്ക് ഷോൾഡർ ഇറങ്ങി പോകാനുള്ളതായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തതായിട്ടൊരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ വേസ്റ്റിൻ്റെ അവിടെ വരുന്നത് നമ്മൾ മടക്കി അടിക്കുകയല്ലേ, ആ ഭാഗത്ത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു സ്കെയിൽ വെച്ച് നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ആ സ്കെയിലിൻ്റെ കറക്റ്റ് ലൈനിൽ തന്നെ ആ ബാക്ക് പോർഷൻ നിൽക്കണം. അതങ്ങനെ നിന്നില്ല, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അതായത് സെൻറ്റർ ഭാഗത്ത് ഇപ്പോൾ ഇതേപോലെ ഞാനിതിലൊരു ഒരു സ്കെയിൽ വെച്ചിട്ട് ബ്ലൗസ് ഇതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ. കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ ശരിയാക്കിയിട്ട് വേണം നമുക്ക് കറക്റ്റാണോ എന്നുള്ളത് നോക്കാൻ. നിങ്ങളുടെ അളവ് ബ്ലൗസ് അവർ തന്നിട്ട് അതിൽ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നമുണ്ടെന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു സ്കെയിൽ, സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു സ്കെയിൽ എടുക്കുക. അതിൽ ബാക്ക് പോർഷൻ ഇങ്ങനെ വെക്കുമ്പോൾ ആ ബ്ലൗസ് കറക്റ്റ് ലൈനിൽ തന്നെ വരണം. അതങ്ങനെ വരാതെ ഞാനിപ്പോൾ വേറൊരു ബ്ലൗസും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഈ ബ്ലൗസും ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ ബ്ലൗസ് ഇടുന്ന പോലെ തന്നെ ഇങ്ങനെ വിരിച്ചിട്ട് അടിഭാഗത്ത് ഇതേപോലെ സ്കെയിൽ വെക്കുന്നുണ്ട്. കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ ശരിയാക്കി വെച്ചിട്ട് നമുക്ക് താഴ്ഭാഗം നോക്കുമ്പോൾ അതായത് വേസ്റ്റിൻ്റെ ആ രണ്ട് സൈഡും, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗം കറക്റ്റായിട്ട് സ്കെയിലിൽ പതിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ സെൻറ്ററിൽ ഗ്യാപ്പ് കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ ഷോൾഡർ ഇറങ്ങിപ്പോവും. അപ്പം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കസ്റ്റമർ അത് ബ്ലൗസ് ഇടുമ്പോൾ ബാക്കിൽ ഇങ്ങനെ ഒരു പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അവരത് ശരിയാക്കാനായിട്ട് ബാക്ക് സൈഡ് ഇതേപോലെ വലിച്ച് കറക്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ബാക്കിലേക്ക് ഇത് വലിക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് കൈക്കുഴി ഷോൾഡർ ആ ഭാഗമൊക്കെ ചേഞ്ച് ആവുകയാണ്. ചേഞ്ച് ആയിട്ടും നമുക്ക് ഈ ഷോൾഡർ ഫോൾ ആവുന്ന പ്രശ്നം വരാം. അപ്പോൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കേർവ് ഷേപ്പ് വരാതെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ബ്ലൗസിൽ ബാക്ക് സൈഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടക്ക് പോയിൻ്റൊക്കെ മാർക്ക് ചെയ്യുമല്ലോ ബാക്ക് സൈഡ്. അപ്പോൾ ഈ ടക്കിൻ്റെ ഈ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് വിടുണ്ടല്ലോ, തയ്യൽ തുമ്പ് വിടുന്ന അവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് നെക്ക് വൈഡായിട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ 1/2 ഇഞ്ചെന്നും ഒരു പൊടിക്കും കൂടി മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചെരിച്ചിട്ട്, ഇതേപോലെ നമ്മൾ നേരത്തെ ടക്കിൽ മാർക്ക് ചെയ്തല്ലോ അവിടെയും ഈ 1/2 ഇഞ്ചിൻ്റെ അവിടെയും ഇതുപോലെ ഒരു ലൈന് വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതേപോലെ ആ ലൈനിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കേർവ് ഷേപ്പ് വരാതെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് കൈക്കുഴിയും നെക്കും ആ ഭാഗത്ത് കറക്റ്റായിട്ട് ഉണ്ടാവും, ഫിറ്റായിട്ടും ഷോൾഡർ ഇറങ്ങി പോവാതെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ ഈ ടക്ക് പിടിക്കുന്നത് ശരിയായില്ലെങ്കിലും ഷോൾഡർ ഇറങ്ങിപ്പോകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം പറയുമ്പോൾ എല്ലാവരും ഈ ചെറിയ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ടക്ക് പിടിക്കുക. അപ്പം അങ്ങനെ പിടിക്കാതെ നമ്മുടെ ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ടക്ക് പിടിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ടക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടക്ക് ഇതേപോലെ പിടിക്കുമ്പോൾ ഷോൾഡർ കറക്റ്റ് നമ്മുടെ ഷോൾഡറിലേക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പിടിച്ച ടക്ക് അല്ലാതെ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നീക്കിയിട്ടാണ് നമ്മൾ ടക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ടക്കാണ്. ഇപ്പോൾ ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ടൊന്ന് പിടിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പിടിക്കുമ്പോൾ കണ്ടില്ല, കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ഒരു ലൈന് ഫോം ആവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ഷോൾഡർ ഇറങ്ങിപ്പോകുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ടക്ക് പിടിക്കുമ്പോൾ എവിടെയും ചുളിവ് വരുന്നില്ല. കറക്റ്റ് ഷോൾഡർ ഒരു 1/2 ഇഞ്ചോളം തള്ളിയിട്ട് കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടേക്ക് നിൽക്കുന്നുണ്ട്. അതല്ല നമ്മൾ തെറ്റിയിട്ടാണ് ടക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ചുളിവ് വന്നിട്ട് അവിടെ വരുന്ന ലൂസാണ് നമുക്ക് ഷോൾഡർ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഈ ടക്കും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നമില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.